കോയമ്പത്തൂരെ ആദ്യത്തെ വീഡിയോയ്ക്ക് ശേഷം അവിടുത്തെ ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന വീഡിയോ ആണിത്. അവിടെ ഒരു ഊബറൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമറാണ് കേട്ടോ. കുറേ വട്ടം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു കസ്റ്റമറാണ്. ഇവിടെ പ്രോപ്പർ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ എത്തി. ഹോട്ടലൊക്കെ ആൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. ഹോട്ടലിൽ എൻട്രി ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഹോട്ടൽ. ഞങ്ങൾ 4th ഫ്ലോറിലായിരുന്നു. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു. പക്ഷേ വെയിറ്റ് ചെയ്തു. റൂമെത്തി. റൂമിലേക്ക് കയറുകയാണ്. റൂമിൻ്റെ ഉൾവശം ഇതാണ്. ഉൾവശമൊക്കെ കാണിക്കാം കേട്ടോ. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ. റൂമിൻ്റെ അവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. താഴെ വണ്ടിയൊക്കെ പോകുന്നതാണ്. നല്ല ഹൈറ്റിലായിരുന്നു. പിന്നെ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് ബാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഇതാണ് അവിടുത്തെ ഹോട്ടലിലെ ബാറ്. കുറച്ച് വിശേഷങ്ങളൊക്കെ അവിടുത്തെ എടുത്തുള്ളൂ. ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല തിരക്കായിപ്പോയി. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷൻ ഈറോഡാണ്. ഈറോഡ് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിനാണ് പോകുന്നത്. ഒരു ഊബർ ബുക്ക് ചെയ്ത് ഊബർ വന്നു. അതിൽ കയറി ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ട്രെയിനിനാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല ചൂടായിരുന്നു കേട്ടോ. ഇത് ആൾക്കാരൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് വാച്ച് എന്തെല്ലാം സാധനങ്ങളാണ്. ഒരുപാട് ഐറ്റംസുമായിട്ടാണ് ആൾക്കാർ. ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ട്രെയിനിന്മേലൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കാണുന്നത് കേട്ടോ. ഓരോരുത്തർ മാറി ഒരു 5-6 പേര് തന്നെ വന്നു. ഈറോഡ് എത്തി. നല്ല ചൂടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെപ്പോലൊന്നുമല്ല. നല്ല ഹെവി ചൂടാണ്. ഒരു രക്ഷയില്ല. കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ചൂടാണ്. ഈറോഡ് എത്തി. ഈറോഡിൽ നിന്ന് അവിടെ നടന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈറോഡ് ജംഗ്ഷൻ. അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഒരു ടാക്സി വിളിക്കാനായിട്ട് നോക്കുവാണ്. അങ്ങേറ്റത്തൊരു ഓട്ടോ കിടക്കുന്നുണ്ട്. ആ പുള്ളിനെ കൈകാട്ടി ഞങ്ങൾ വിളിച്ചു. ആൾ വന്നു. ആൾ നമുക്ക് പോകാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആളോട് സംസാരിക്കുവാണ്. ആൾ പറഞ്ഞു ഇത്ര ദൂരമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കയറിക്കോ. ഞങ്ങൾ കയറി അടുത്ത ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ബൈ.